ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാ, നമ്മളെപ്പോഴും അള്ളാഹിനോട് ദുആ ഇറക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ അവസാനം നീ നന്നാക്കണേ അല്ല. എത്ര വയല് പറഞ്ഞാലും, എത്ര വയല് കേട്ടാലും, എത്ര സ്വതക്ക കൊടുത്താലും എപ്പോഴും നമ്മൾ ദുആ ഇറക്കണം. അല്ലാ, ഞങ്ങളുടെ അവസാനം നീ നന്നാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ഇറക്കാൻ കഴിയണം. ഞാൻ ചോദിക്കട്ടെ, മരിക്കൂല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ചങ്ങാതി ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. ആരെങ്കിലും ഉണ്ട്? ഉസ്താദേ, എന്നെ അസറായിൽ പിടിക്കൂല ഉസ്താദേ, ഞാനിവിടുത്തെ ഏറ്റവും വലിയ ആളെ ഉസ്താദേ, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ പൈസക്കാരനെ ഉസ്താദേ, ഞാനിവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടേ ഉസ്താദേ, അസറായിൽ എന്നെ പിടിക്കൂല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. ആരെങ്കിലുണ്ടോ? അറിയില്ലുണ്ടോ? ആരുമില്ല. എല്ലാവരും മരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് പരസ്പരം എല്ലാവരും നോക്കിയേ, ഒന്ന് പരസ്പരം. ഞാൻ നിങ്ങൾ നോക്കാം. നോക്കിയില്ലേ? എല്ലാവരും ഒന്ന് പരസ്പരം നോക്കിയപ്പ. നിങ്ങളെന്നപ്പോൾ എന്നെ നോക്കണം. നോക്കി ചങ്ങാതി നോക്കിയേ. നോക്കി. ഇനി ഞാൻ പറയാ, നാളെ രാവിലെ തൊട്ടടുത്തിരിക്കണ ചങ്ങാതിമാര് ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്നും കൂടി നോക്കിയേ. ഉണ്ടോ? എനിക്കുറപ്പില്ല ആസാദക്ക നാളെ ജീവിച്ചിരിക്കുന്നു. അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ. അള്ളാഹു ഹീമ നൽകിയിരിക്കുമാറാവട്ടെ. ആസാദക്കാർക്ക് ഉറപ്പില്ല ഞാൻ നാളെ ജീവിച്ചിരിക്കുന്ന ഒരേ ഉറപ്പിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹാഫിദ് മസൂദ് സഖാഫി അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, രാത്രി വയല് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങിയതാ. രാവിലെ സുബഹി നിസ്കരിച്ച് വേദന വന്നു, കിഴിശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയി. അത്രയേ ഉള്ളൂ മരണമെന്ന് പറയണം. അള്ളാഹു നീ കാത്തിരിച്ചിരിക്കണേ റഹ്മാനെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ കൊണ്ട് എനിക്കൊരാൾ അയച്ചെന്നാ. ഈ മസൂദ് സഖാഫി ഉസ്താദിന്റെ കാറിന്റെ മുമ്പിൽ സ്വന്തം മക്കൾ എഴുതി വെച്ചിരിക്കുക, ഉപ്പിച്ച മരിച്ചുപോയി. എന്താ എഴുതിച്ചിരിക്കണേ? ഉപ്പിച്ച മരിച്ചുപോയി. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ റഹ്മാനെ, ഞങ്ങളുടെ അവസാനം നന്നാക്കണേ റഹ്മാനെ. ഏത്